നിന്റെ ജീവിതത്തിൽ നീ പൊള്ളു പറഞ്ഞിട്ടില്ലെന്നത് നേരാണ്. പക്ഷേ നീ ഇപ്പോൾ കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ശത്രുക്കൾ പറഞ്ഞത്. അവർ പറഞ്ഞു, ഇത് ഒരു കവിയുടെ വാക്കുകളാണ്, ജ്യോത്സ്യന്റെ വാക്കുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസം എന്നോണം ഇറക്കി, വമാ ഹുവ ബിഖൗലി ശാഇരിൻ ഖലീലൻ മാ തുഅ്മിനൂൻ. ഇതൊരു കവിയുടെ വാക്കല്ല, വളരെ കുറച്ചേ അവർ വിശ്വസിക്കുന്നുള്ളൂ. വലാ ബിഖൗലി കാഹിനിൻ ഖലീലൻ മാ തദക്കറൂൻ. ഇതൊരു ജ്യോത്സ്യന്റെ വാക്കല്ല, വളരെ കുറച്ചേ അവർ ചിന്തിക്കുന്നുള്ളൂ. അള്ളാഹുവിന്റെ റസൂലിന് ആശ്വാസം നൽകുകയാണ് പരമകാരുണികനായ അള്ളാഹു. അതുപോലെ വിശുദ്ധ ഖുർആനിന്റെ ഓരോരോ വചനങ്ങൾ ഇറങ്ങുമ്പോ ആ വചനങ്ങളെ വെല്ലുവിളിക്കാൻ ആ കാലഘട്ടത്തില് അജയ്യന്മാർ രംഗത്ത് വന്നിരുന്നു എന്നുള്ളത് വളരെ വലിയ ഒരു സത്യമാണ്. പരലോകത്തെ പറ്റിയുള്ള വചനങ്ങൾ ഇറങ്ങി, മരണത്തോടുകൂടി ആരംഭിക്കുന്ന ഒരു ജീവിതം, അവിടെയാണ് മനുഷ്യന്റെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് മുഹമ്മദ് നബി ജനങ്ങളെ ഉത്ബോധിപ്പിച്ചപ്പോ ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നുരുമ്പിയ എല്ല് കൈകളിൽ പിടിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലൂടെ നടന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്താണ് മുഹമ്മദ് ഈ പറയുന്നത്? ഈ നുരുമ്പിയ എല്ലുകളെ വീണ്ടും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ധർമ്മവും അധർമ്മവും ഒക്കെ ചെയ്തത് വിചാരണ ചെയ്യുമെന്നതാണോ? ഊഹിക്കാൻ പറ്റുന്നില്ലെന്ന് കളിയാക്കിക്കൊണ്ട് ലോകത്തിന്റെ പ്രവാചകന്റെ മുമ്പിൽ പറഞ്ഞപ്പോൾ പരമകാരുണികനായ അള്ളാഹു വചനമിറക്കുകയാണ്. മനുഷ്യന്റെ അഹങ്കാരം തുറന്നു കാണിച്ചുകൊണ്ട്, മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ സൂചിപ്പിച്ചുകൊണ്ട്, അവലം യറൽ ഇൻസാൻ അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫൈദാ ഹുവ ഖസീമുൻ മുബീൻ. എന്ത് താർക്കികനാണ് മനുഷ്യൻ! അവനൊരു ബീജഗണത്തിലാണ് അള്ളാഹു പടച്ചിട്ടുള്ളത്, പക്ഷേ വലിയ താർക്കികനായി അവൻ മാറിയിരിക്കുന്നു. വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. നുരുമ്പിയ എല്ലുകളായി കഴിഞ്ഞതിന് ശേഷം ആരാണ് പുനരുജ്ജീവിപ്പിക്കുക എന്ന് വളരെ ധാർഷ്ട്യത്തോടു കൂടിയാണ് മനുഷ്യൻ ചോദിക്കുന്നത്. അല്ലാഹ് പറയുന്നു, ഖുൽ യുഹ്യില്ലദീ അൻശാഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. നിങ്ങളെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച് പരിപാലിച്ച് സംവിധാനിച്ച് വഴി കാണിച്ച പരമകാരുണികനായ അല്ലാഹു നിങ്ങളെ നുരുമ്പിയതിനു ശേഷം പുനരുജ്ജീവിപ്പിക്കുകയും നിങ്ങളുടെ ജീവിതത്തെ കൃത്യമായി കൊണ്ട് വിസ്തരിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു അത്തരം അഹങ്കാരികൾക്ക് മറുപടി നൽകുകയാണ്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഇറങ്ങുമ്പോൾ അതിനെ വെല്ലുവിളിക്കാൻ അക്കാലഘട്ടത്തിലെ അതികായന്മാർ രംഗത്ത് വന്നിരുന്നു. ആരാണവർ? ചില്ലറക്കാരല്ല. അറബി ഭാഷയിൽ അവഗാഢമായ അറിവുള്ള ആളുകള്. അവർ കവികളായിരുന്നു, പ്രഭാഷകന്മാരായിരുന്നു. നിമിഷ നേരം കൊണ്ട് സുന്ദരമായ കവിത ആലപിക്കാൻ കഴിയുന്നവരായിരുന്നു. അറബ് നാടുകളിലെ പതിവ് ആ കാലഘട്ടത്തില് ചന്തകളിൽ ഇരുന്നു കൊണ്ട് അവർ ഏറ്റവും നല്ല കവിത ആലപിക്കും. ഓരോ ഗോത്രത്തിനും ഓരോ കവി, ഓരോ ഗോത്രത്തിനും ഓരോ പ്രഭാഷകൻ. ഒരു കവി പിറന്നാൽ, ഒരു പ്രഭാഷകൻ അവരുടെ കൂട്ടത്തിലുണ്ടായാൽ അവർ വലിയ സദ്യ നടത്തി ആസ്വദിക്കുമായിരുന്നു. അങ്ങനെ കവികൾക്കും പ്രഭാഷകന്മാർക്കും അത്രത്തോളം സ്ഥാനം നൽകിയ ഒരു സമൂഹത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ അവതീർണമാവുന്നത്. അറബി ഭാഷയിലെ അഗാധമായ ജ്ഞാനം, അറബി ഭാഷയുടെ സൗന്ദര്യവും വശ്യതയും അത്യുദാത്തവുമായ ആ ശൈലി ഉൾക്കൊണ്ടുകൊണ്ട് കവിത പറയാൻ, കവിത ആലപിക്കാൻ കഴിയുന്ന അതികായന്മാർക്കിടയിലേക്ക് വിശുദ്ധ ഖുർആൻ അവതീർണമാവുകയാണ്. നോക്കൂ നിങ്ങൾ, ആ കാലഘട്ടത്തിലെ അറബി സാഹിത്യമാണ് 14 നൂറ്റാണ്ടുകൾക്ക് ശേഷവും അറബി സാഹിത്യത്തിൽ ജ്വലിച്ചു നിൽക്കുന്നത്. മുഅല്ലഖാത്തുകള്, കഅബാലയത്തിൽ കെട്ടിത്തൂക്കിയ കവിതകളാണ് ഇന്നും അറബി സാഹിത്യത്തിലെ മാസ്റ്റർ പീസുകള്. അത്രത്തോളം വലിയ സാഹിത്യം രചിച്ച ആ മഹാന്മാർക്കിടയിലേക്ക് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയപ്പോൾ അവർക്ക് ധാർഷ്ട്യം കൊണ്ട് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവർ പറഞ്ഞു, മുഹമ്മദിന് ഭ്രാന്താണ്, മുഹമ്മദിന് ഭ്രാന്താണ്, മുഹമ്മദ് ജ്യോത്സ്യനാണ്, മുഹമ്മദ് എന്തൊക്കെയോ പുലമ്പുകയാണ് എന്നൊക്കെയാണ് അഹങ്കാരത്താൽ ആ സാഹിത്യ കുലമതിമാർ അവിടെ വിശുദ്ധ ഖുർആനെതിരെ പ്രതികരിച്ചത്. പക്ഷേ വലീദ് ഇബ്നു മുഗീറയോട് അബൂജഹൽ പറയുന്നു, നോക്കൂ, നീ മുഹമ്മദ് പറയുന്ന വിശുദ്ധ ഖുർആൻ കേൾക്കുന്നില്ലേ? അതിനെതിരെ ശക്തമായിട്ടൊന്ന് പ്രതികരിക്കണം. ആരാണ് വലീദ് ഇബ്നു മുഗീറ? അറബി സാഹിത്യത്തിലെ അതികായൻ. അദ്ദേഹത്തെ വെല്ലാൻ അറബ് നാട്ടിൽ അന്ന് ആരും ഉണ്ടായിരുന്നില്ല. മനോഹരമായിരുന്നു അദ്ദേഹത്തിന്റെ കവിതകള്, അത്രക്ക് നല്ല ഭാഷയായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചത്. അദ്ദേഹത്തോട് പറഞ്ഞു, വിശുദ്ധ
വിശുദ്ധ ഖുർആനെതിരെ ഒന്ന് പ്രതികരിക്കണം. പക്ഷേ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുപാട് ഗദ്യങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാൻ ഒരുപാട് പദ്യം കേട്ടിട്ടുണ്ട്, ഞാൻ കവിത ആലപിക്കാറുണ്ട്, എനിക്ക് പ്രഭാഷണത്തിൽ കഴിവുണ്ട്, അറബി ഭാഷയുടെ സുന്ദരമായ അവസ്ഥയെക്കുറിച്ച് എനിക്കറിയാം. പക്ഷേ ഇതൊന്നുമല്ല. വല്ലാഹ് ഇന്ന ലഹു ലഹലാവ വ ഇന്ന അലൈഹി ലത്വലാവ. ഇതിന് വശ്യമായൊരു മാധുര്യവും വിസ്മയാവഹമായൊരു സവിശേഷതയുമുണ്ട് ഈ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾക്ക് എന്ന് വലീദ് ബിൻ മുഗീറയെ പറയിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് കൊണ്ടാണ്. നോക്കൂ, നിങ്ങൾ അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല, എന്നാലും ആളുകളോട് പറഞ്ഞേ അദ്ദേഹം തീരുന്നുള്ളൂ. ഒരു ശത്രുവിന്റെ വാക്ക് വിശുദ്ധ ഖുർആൻ കേട്ടിട്ട് അദ്ദേഹത്തിന് അത് അംഗീകരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ആ വിശുദ്ധ ഖുർആനിന്റെ വശ്യത, അതിന്റെ അസദൃശ്യത, അതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോക്കൂ നിങ്ങൾ, വലീദ് ബിൻ റബിയ അദ്ദേഹത്തിന്റെ സുന്ദരമായ കവിതകൾ കഅബാലയത്തിൽ കെട്ടിത്തൂക്കിയിരുന്നു. അതിന്റെ അടുത്ത് വിശുദ്ധ ഖുർആനിന്റെ ഏതാനും വചനങ്ങൾ മുസ്ലിമീങ്ങൾ കൊണ്ടുപോയി എഴുതി തൂക്കി. വലീദ് കവിതയില് അദ്ദേഹത്തെ അതിജയിക്കാൻ ആരുമില്ല. ആ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഇങ്ങനെ പാരായണം ചെയ്തപ്പോ വലീദിന് തോന്നി, എന്റെ കവിതയൊന്നുമല്ല വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ വചനങ്ങൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയും ഇസ്ലാമിന്റെ സുന്ദരമായ തീരത്തേക്ക് വലീദ് റബിയ അദ്ദേഹം കടന്നു വരികയും ചെയ്യുന്ന വളരെ സന്തോഷകരമായ ഒരു ചരിത്രമാണ് നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലാണ് പരമകാരുണികനായ അള്ളാഹു അവതരിപ്പിച്ചത്. എന്തിനാണ് അറബി ഭാഷ അള്ളാഹു തെരഞ്ഞെടുത്തത്? അറബി ഭാഷയാണ് മറ്റു ഭാഷകളെക്കാളൊക്കെ ഏറ്റവും സാഹിത്യ ഭാഷ. 1,00,000-ൽ പരം റൂട്ടുകളുള്ള ഭാഷ. ഇന്നത്തെ ആധുനിക ഭാഷകൾക്ക് 20,000-ൽ കൂടുതലായിട്ട് റൂട്ടുകളില്ല എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അറബി ഭാഷയുടെ ആഴവും അതിന്റെ സൗന്ദര്യവുമാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പരമകാരുണികനായ അള്ളാഹു ലോകാവസാനം വരെയുള്ള മനുഷ്യർക്കുള്ള മാർഗരേഖ ഏറ്റവും സാഹിത്യ ഭാഷയില്, പ്രവാചക ശ്രേഷ്ഠരിലൂടെ, ഏറ്റവും ശ്രേഷ്ഠമായ മാസത്തിലൂടെ, ഏറ്റവും ശ്രേഷ്ഠമായ മലക്കിലൂടെ, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രദേശത്തെ അള്ളാഹു അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കുറ്റമറ്റ ഒരു മാർഗരേഖയാവണം. മുഴുവൻ മനുഷ്യർക്കും അത് ഗ്രഹിക്കാൻ കഴിയേണ്ടതുണ്ട്. ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യ ലഅല്ലകും തഅഖിലൂൻ. നാം അറബി ഭാഷയില്, പ്യുവർ അറബി ഭാഷയില് നാം വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത് ജനങ്ങൾക്ക് ഗ്രഹിക്കാൻ വേണ്ടിയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നത്. നോക്കൂ നിങ്ങൾ, അറബി ഭാഷയുടെ സൗന്ദര്യം അറിയുന്നവർക്കറിയാം, അതിന്റെ കൊച്ചു പദങ്ങളിൽ പോലും ഗുപ്തമായി കിടക്കുന്ന ആശയങ്ങളെ മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ പോലും സാധ്യ